ഹലോ. ഈ റമളാൻ മാസത്തിൽ എന്നും പത്തിരി ഉണ്ടാക്കി മടുത്തില്ല, എന്നൊന്ന് മാറ്റി പിടിക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു കുഞ്ഞിപ്പത്തലിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചു. അത് തിളച്ച് വരുന്നേരം അതിനകത്തേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുത്ത്, പിന്നെ തേങ്ങയും ചെറിയുള്ളിയും കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തല്ല, ഒന്ന് ഒതുക്കിയെടുത്ത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട്, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി, പത്തിരിപ്പൊടിയും കൂടി ചേർത്ത്. സാധാരണ നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടുന്നതിലേക്ക് ഈ തേങ്ങയും ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നതെന്ന് മാത്രം കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം തിളച്ച് വരുന്നേരം പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തതിന് ശേഷം അത് നല്ല ഇതിൽ കുറച്ച് ഒന്ന് കുഴക്കുമ്പോൾ ഒരു മണം കിട്ടാനാണ് കേട്ടോ. പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്കുള്ള മസാല ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മസാല ഒന്നുമല്ല, നമ്മൾ ബീഫ് ഇട്ടിട്ടാണ് കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ ബീഫ് കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിനകത്തേക്ക് കുറച്ചധികം മസാലകൾ കുറച്ചുകൂടി അധികം ഒന്ന് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രം. ബീഫ് ഇട്ട് കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ചിക്കനോട്ട് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല. അപ്പോൾ നമ്മൾ ബീഫിൻ്റെതാണ്. അപ്പോൾ സാധാരണ ബീഫ് കറിക്കുള്ള മസാല ഒക്കെ ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. അതൊരു നല്ലൊരു ഫ്ലേവറാണല്ലോ, ഗരം മസാല ഇട്ട് കൊടുത്ത്. പിന്നെ അതിനകത്തേക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കണം, കാരണം നമുക്കിതിൻ്റെ ഒരു മസാല കൂടുതൽ കിട്ടണമല്ലോ ആ കുഞ്ഞിപ്പത്തലിനകത്തേക്ക് മിക്സ് ചെയ്യുമ്പോൾ. പിന്നെ അതിൽ മീറ്റ് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മീറ്റ് മസാല ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ എരിവിന് ആവശ്യത്തിന് നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ചാണ് കേട്ടോ മസാല ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച്, കാരണം ബീഫിൽ എന്തായാലും തിളച്ച് വരുമ്പോൾ വെള്ളം ഉണ്ട്, അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട്, പിന്നെ ഒരുപാട് വെള്ളം ഇതിനകത്തേക്ക് ആവശ്യമില്ലല്ലോ, വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കുക. ബീഫ് നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇപ്പുറത്ത് ഈ കുഞ്ഞിപ്പത്തലിനെ ഒന്ന് പാകപ്പെടുത്തി എടുക്കണ്ടേ, അതിൻ്റെ പിടിയൊക്കെ ആക്കി എടുക്കണം. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ അരക്കുക കേട്ടോ. കുഞ്ഞിപ്പത്തൽ തേങ്ങ അരക്കുന്ന തേങ്ങയും വലിയ ജീരകവും ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിപ്പത്തൽ ഇതേപോലെ ഉരുട്ടി ചെറിയതാക്കിയിട്ട് ഒരു നടുവിലൊരു കുയ്യും വെച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ അവിടെയൊക്കെ നമ്മൾ ആവിച്ചെമ്പ് അടിയിൽ വെള്ളം വെച്ചിട്ട് ആവിച്ചെമ്പ് വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടി കേട്ടോ. ഇനിയിപ്പോൾ ആവിച്ചെമ്പ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ പിന്നെ നല്ലോണം വെള്ളം തിളച്ചതിന് ശേഷം ഇത് അതിലിട്ട് കൊടുത്ത് കൂടുതൽ ഇളക്കാതിരിക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് മിക്സ് ആയിപ്പോൾ, എന്നിട്ട് അത് ഊറ്റിയെടുത്താലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോഴേക്കും നമ്മൾ ബീഫ് കറി റെഡിയായി. അപ്പോൾ ബീഫ് കറി സെറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഈ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, വലിയ ജീരകവും ചെറിയുള്ളിയും ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങ ഒന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ കുഞ്ഞിപ്പത്തൽ ആവി കയറ്റി സെറ്റ് ചെയ്ത് വെച്ചത് ആവിയിൽ വേവിച്ചെടുത്ത് കുഞ്ഞിപ്പത്തലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത്രയുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയാണ്. പക്ഷേ കുറച്ച് നയിപ്പുണ്ട് കേട്ടോ ഈ കുഞ്ഞി പിടി ഉണ്ടാക്കിയെടുക്കാനുള്ള. അപ്പോൾ ഈ ഇഷ്ടമുള്ള ആളുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ഇതൊന്ന് നല്ല ടൈറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക്